ഭിന്നത തിരഞ്ഞു നടന്ന ഒരു വിഭാഗത്തിന് തിരിച്ചടിയാണ് ഇന്ന് നിലമ്പൂരിൽ നടന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ പരിപാടികളുടെ ഉദ്ഘാടനം. ഇന്നലെ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നത് വലിയൊരു പ്രശ്നമായി പലരും എടുത്തു കാണിച്ചു. പക്ഷേ ഇന്ന് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് അബ്ബാസ് അലി തങ്ങളാണ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇടതു സർക്കാരിന്റെ ദുർഭരണത്തെ ജനം തിരിച്ചറിഞ്ഞതിനാൽ ഇവിടെ വിജയം ഉറപ്പിച്ചുവെന്നും മലപ്പുറം ജില്ലയെ വർഗീയ ജില്ലയായി തെറ്റിദ്ധരിപ്പിച്ച് അംഗീകരിച്ച സർക്കാരിനെ ജനങ്ങൾ തിരിച്ചടിക്കുമെന്നും പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ ആവേശമാണ്. ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ ആളുകളുടെ ചിന്ത മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും പാണക്കാട് മുനവലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളും എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നാണ്. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാത്ത തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സമീപകാല ചരിത്രത്തിൽ ഇതാദ്യമായാണ്. നിലമ്പൂരിൽ PV അൻവറിനെ ഒപ്പം നിർത്താൻ മുസ്ലിം ലീഗ് കാര്യമായി ഇടപെട്ടു. നടക്കാതെ പോയതിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുയർന്നെന്ന റിപ്പോർട്ടുകളും വന്നതോടെ വിവാദത്തിന് ശക്തി കൂട്ടി. സതീശന്റേത് ഏകാധിപത്യ പ്രവണതയാണെന്നും PV അൻവർ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയെന്നും മുസ്ലിം ലീഗിന് ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നുണ്ടായതെന്നും വിമർശനം ഉയർന്നുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. KM ഷാജി, MK മുനീർ തുടങ്ങിയവരടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു എന്നും കിംവദന്തി ഉയർന്നു. എന്നാൽ പിന്നീട് ഇതെല്ലാം ലീഗ് നേതൃത്വം നിഷേധിച്ചു. വ്യക്തികളെ കേന്ദ്രീകരിച്ച് ചർച്ച നടന്നില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നതിൽ സംശയമില്ല. അതിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് അണികൾ ഇറങ്ങുന്നത്. എല്ലാവിധ വിജയം ആശംസിക്കുന്നു. ഇന്നലത്തെ വാർത്തകളൊന്നുമില്ല. ഇന്ന് ഉള്ള വാർത്ത, അതായത് പിന്നെ നേരത്തെ ഡേറ്റുകൾ കൊടുത്താണ്. ഇന്ന് പ്രചരണ ജാഥക്ക് വരാം. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി എല്ലാവരും ഉണ്ടാവും. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സമ്മന്നതരായ എല്ലാ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ചിലർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചമച്ചതാണ്.